ഫിജി. ശരി, അനുജയാണ് വിവരങ്ങൾ നൽകിയത്. ഇഡി കുറ്റപത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പേര് പരാമർശിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ആരെയും കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും RSS വൽക്കരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. നാഗ്പൂരിലെ കോൺഗ്രസ് മഹാറാലിയിലാണ് രാഹുലിന്റെ പ്രതികരണം. പ്രധാനമന്ത്രിയെയും BJPയെയും ശക്തമായി വിമർശിച്ചാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുള്ള നാഗ്പൂരിലെ മഹാറാലിയിലായിരുന്നു രാഹുലിന്റെ വിമർശനം. സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള രാജഭരണത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനാണ് BJPയുടെ ശ്രമം. BJPയുടേത് രാജഭരണത്തിന്റെ പ്രത്യയശാസ്ത്രമാണെന്നും രാഹുൽ ആരോപിച്ചു. സുപ്രീം കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയന്ത്രിക്കാൻ BJP ശ്രമിക്കുന്നെന്ന് അദ്ദേഹം വിമർശിച്ചു. രാജ്യത്ത് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് മെറിറ്റ് അടിസ്ഥാനമാക്കിയല്ലെന്നും യോഗ്യത RSS ബന്ധമാണെന്നും രാഹുൽ ആരോപിച്ചു. രാജ്യത്ത് ജനങ്ങളുടെ ശബ്ദമാവാൻ മാധ്യമങ്ങൾക്കാകുന്നില്ലെന്നും BJP മാധ്യമങ്ങളെയും വരുതിക്ക് നിർത്തിയിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ കയ്യിലേക്ക് അധികാരം നൽകുകയാണ് കോൺഗ്രസ് ചെയ്തതെന്നും ജനാധിപത്യത്തിന്റെ വെളിച്ചം കോൺഗ്രസ് തിരികെ നൽകുമെന്നും രാഹുൽ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനത്തിൽ നാഗ്പൂരിലെ മഹാറാലിയിലാണ് ലോക്സഭാ പ്രചാരണത്തിനും കോൺഗ്രസ് തുടക്കം കുറിച്ചത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഹിസ്ബുള്ള ഗ്രൂപ്പിന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ സൈന്യം. ലെബനൻ അതിർത്തിയിലെ പ്രകോപനങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ മടിക്കില്ല എന്നാണ് മുന്നറിയിപ്പ്. ലെബനൻ അതിർത്തി